നിന്നെ സുഗന്ധത്തിൽ മൂടുന്നില്ലേ? വലിയ വലിയ നല്ല വസ്ത്രങ്ങൾ കൊണ്ടവർ നിന്നെ അലങ്കരിക്കുന്നില്ലേ? നിന്റെ കൂട്ടുകാരുടെ കൂടെ, വീട്ടുകാരുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ നീ അതാ കാറിൽ, വാഹനത്തിൽ നീ പുറത്തേക്ക് യാത്ര പോവുകയാണ്. മണവാട്ടിയുടെ വീട്ടിലേക്ക്, മണിയറയിലേക്ക് നിന്റെ യാത്ര പോകുന്നു. പുത്തൻ നിന്നെ ഉടുപ്പിച്ചിട്ടുണ്ട്, സുഗന്ധം നിന്റെ മേൽ പൂശിയിട്ടുണ്ട്, നീ കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്. വാഹനം വീട്ടിന്റെ ഉമ്മറത്ത് മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ അത് കാറാണ്, അതല്ലെങ്കിൽ അത് ബസ്സാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാണ്. ഇപ്പോഴിതാ സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിലൊക്കെ നടന്ന പല കല്യാണങ്ങളും പലരും കാണിച്ചു തന്നു. കാളവണ്ടിയിൽ പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നു, JCBയിൽ പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നു, പടക്കം പൊട്ടിക്കുന്നു, കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് അപമാനിച്ചു കൊണ്ടുപോകുന്നു. അന്യ സമുദായക്കാർക്ക് പോലും ചോദിക്കേണ്ടി വരുന്നു, ഓ മുസ്ലിമേ, ഉത്തമ സമുദായമെന്ന് പറയുന്ന നിങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസം, നിന്റെ വിവാഹത്തിന്റെ ദിവസം, നിന്റെ ഉറൂസിന്റെ ദിവസം, നിന്റെ നബിദിനമെന്ന് പറയുന്ന സ്നേഹപ്രകടനത്തിന്റെ ദിവസം എനിക്ക് പുറത്തിറങ്ങാനാവാത്ത ദുരന്തം വന്നല്ലോ എന്ന് അന്യ സമുദായക്കാർ പോലും ചോദിക്കേണ്ടുന്ന ഒരു ദുരന്തത്തിലേക്ക് ഓ മുസ്ലിമേ എങ്ങനെയാ അധപ്പതിക്കാൻ നിനക്ക് സാധിക്കുന്നത്? മനസ്സിലാക്കണം, ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നില്ല, ഒരുപാട് സമുദായങ്ങളില്ലേ നമുക്ക് ചുറ്റും. എന്തേ മുസ്ലിമേ നിങ്ങളിങ്ങനെയായിപ്പോയി, എന്തേ നമ്മളിങ്ങനെയായിപ്പോയി? ആരെങ്കിലും കണ്ടോ കാളവണ്ടിയിൽ പുതിയാപ്പിള പോകുന്നത് അന്യ സമുദായക്കാർ? അവരെ JCBയിൽ ഇരുത്തിയോ? അവരെ ഇങ്ങനെ നാണം കെട്ട രൂപത്തിൽ കൊണ്ടു നടന്നോ? അവരെ ഇങ്ങനെ വൃത്തികെട്ട രൂപത്തിൽ ആഭാസ പ്രകടനങ്ങൾ നടത്തിയോ? ഉടിച്ചു കൂത്താടി തലേന്നും പിറ്റേന്നുമൊക്കെ ഗാനമേളയും ആട്ടവും പാട്ടും ഡാൻസും കുപ്പി പൊട്ടിക്കലുമൊക്കെയായിട്ട് ആണും പെണ്ണും നടറോട്ടിലൂടെ ഉറഞ്ഞു തുള്ളിയിട്ട്, അതേ ഏറ്റവും നീ നിന്റെ റബ്ബിനോട് നന്ദി പറയേണ്ടുന്ന സുന്ദരമായ റബ്ബ് നിനക്ക് അനുഗ്രഹിച്ചു തന്ന ആ സുന്ദരമായ ദിവസത്തിൽ പോലും നിന്റെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ആടിപ്പാടി ഡാൻസ് ആടിക്കൊണ്ട് ലഹരിയും സെക്സും അവിഹിതമായ ബന്ധങ്ങളുടെയും തുടക്കത്തിന്റെ ദിവസമാക്കി നിന്റെ കല്യാണ വീട് അത് പതിപ്പിക്കുമ്പോ, പടക്കം പൊട്ടിച്ച് നിന്റെ ബൈക്ക് കൊണ്ട് നീ റോട്ടിലിറങ്ങിയിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ചടപട എന്ന ശബ്ദം നിന്റെ ബൈക്ക് കൊണ്ട് പുറപ്പെടുവിച്ച് കല്യാണത്തലേന്ന് അന്യ സമുദായക്കാർക്കും ആർക്കും ഉറങ്ങാനാവാത്ത നിലക്കുള്ള ഒരു ദുരന്തമുണ്ടാക്കിയിട്ട് നടുറോട്ടിൽ ഏറെ നേരം ബ്ലോക്ക് സൃഷ്ടിച്ചിട്ട് ഒരുപാട് ആളുകളെ അറിയിച്ചുകൊണ്ടുള്ള നിന്റെ ഈ കൂത്താട്ടം മുസ്ലിമേ, തുല്യമായ ഒരു ദിവസമാ നിന്റെ ഖബറിലേക്കുള്ള പോക്ക്. ഓർക്കുന്നുണ്ടോ? അത് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഈ തെമ്മാടിത്തമൊക്കെ കാണിക്കുമ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ ഇങ്ങനെ കുളിപ്പിച്ച് ഉടവയുടുപ്പിച്ച് വീട്ടിന്റെ ഉമ്മറത്തെത്തുന്ന മയ്യത്തുകെട്ടിലാകുന്ന വാഹനത്തിൽ കയറ്റിയിട്ട് എന്നെ കൊണ്ടുപോകുമ്പോ എന്നെ ഖബറിലാകുന്ന മണ്ണറയിൽ കൊണ്ടുപോയി വെച്ച് തിരിഞ്ഞു പോരുമ്പോ, മണിയറയിൽ തള്ളിയിട്ട് തിരിഞ്ഞു പോരുമ്പോ പലരെയും എനിക്ക് പിന്നെയും കാണാമായിരുന്നു. പക്ഷേ മണ്ണറയിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാലോ ആരൊക്കെ എന്റെ കൂടെയുണ്ടോ എല്ലാവരും പിരിഞ്ഞുപോയി. മയ്യത്തിനെ 3 കൂട്ടം ആളുകൾ അനുഗമിക്കുന്നുണ്ട്. ഒന്നവന്റെ ബന്ധുക്കളും മിത്രാദികളും സന്തപ്ത കുടുംബങ്ങളും, മറ്റൊന്നവന്റെ മുതലിന്റെ അവകാശികളായ അവന്റെ മുതൽ, മൂന്നാമത്തത് അവന്റെ അമല്. ഖബറിൽ വെച്ചു. സമയം കഴിഞ്ഞു, ആരും കാത്തു നിൽക്കുന്നില്ല, ആർക്കും വേണ്ട, നിന്നെ ആർക്കും വേണ്ട. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. എത്ര പെട്ടെന്ന് അടക്കാനുള്ള പരിപാടിയാ നോക്ക്. വെച്ച് താമസിപ്പിക്കണ്ട, അതാ വേണ്ടത്. പെട്ടെന്ന് കൊണ്ടുപോകണം. ജനാസ ഉടനെ ഖബറടക്കലാണ് ഇസ്ലാമിന്റെ ശരീരം. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിച്ച് നിന്റെ ഖബറിലവിടെ വെക്കുക.